ഹായ് ഹലോ. അങ്ങനെ നമ്മുടെ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഈ ഓണക്കാലത്ത് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചു. തലേന്ന് തന്നെ നമ്മൾ കുറച്ചൊക്കെ അഞ്ചു എൻ്റെ ബ്രദറൊക്കെ കൂടെ പോയിട്ട് കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും ആയിട്ടൊക്കെ ഇരുന്ന് അത് പിച്ചി അങ്ങനെ റെഡിയാക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു പൂക്കളം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തലേന്ന് രാത്രി തന്നെ നമ്മളതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പിച്ചിയൊക്കെ വെച്ചു. അത്യാവശ്യം ആ പൂക്കൾ വെച്ചിട്ട് തന്നെ നമ്മളൊരു അത്തം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ചെറുതായിട്ട് പുറത്തേക്കുള്ള ഒരു അത്തം കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. എൻ്റെ പിള്ളേർക്ക് കാറിൽ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് മോളെ ഇതിലാക്കിയിട്ട് അല്ലു ചേട്ടൻ്റെ കൂടെ നമ്മുടെ സ്കൂട്ടിയിൽ വരുവാണ്. അങ്ങനെ നമ്മൾ പോയത് നമ്മളെ നാട്ടിൽ ഏറ്റവും നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള കൊടിതൂക്കി മലയിലാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധി ഇരുന്നതും നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ പാറയിടിക്കിലൊക്കെയാണ് വന്ന് ഇരുന്നതെന്നൊക്കെ പറയപ്പെടുന്നു. നമ്മൾ അതിനുള്ളിലൊന്നും കയറിയില്ല. ഇതിന് പുറത്തുള്ള സീനറിയൊക്കെ വളരെ നല്ല രസകരമാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ലോങ് സീനറിയൊക്കെ കാണാൻ പറ്റും. ഒത്തിരി അകലെയുള്ള സീനറി വരെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസാണ്. പിന്നെ നമ്മൾ സദ്യയല്ല, നമ്മളിന്ന് ബിരിയാണിയാണ് വെച്ചത്. വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓണവിശേഷങ്ങൾ. എല്ലാവരും വീടുകളിലും വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഓണം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.